1201 കന്നിമാസത്തിലെ ജ്യോതിഷഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. അതായത് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസത്തെ പ്രവചനങ്ങളാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് ഉള്ളത്. ബന്ധുമിത്രാദികളുടെ കൂടിച്ചേരലുകൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഉത്രാട നക്ഷത്രത്തിൽ ധനുക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ബന്ധുമിത്രാദികളെല്ലാം വീട്ടിൽ കൂടുകയും ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും സാമ്പത്തികപരമായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ നല്ല രീതിയിൽ നടക്കാനുള്ള സാധ്യത കാണുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും അസുഖമായിട്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾക്ക് രോഗം സുഖമായി വരുന്നു. അവർക്ക് നല്ല ഒരു മനസ്സുഖവും ശാരീരിക സുഖമൊക്കെ അവർക്ക് ലഭിക്കുന്നു. സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ വാങ്ങാനോ ഈ മാസം സാധിക്കുന്നതാണ്. മനസ്സന്തോഷം നിങ്ങൾക്ക് ലഭ്യമാകും. ആരോഗ്യവും ലഭിക്കും. നാൽക്കാലി വളർത്തിയും അവയുടെ പാലോ ഇറച്ചിയോ വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അധികാരികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരന്തരം അധികാരികളിൽ നിന്നുണ്ടായിരിക്കുന്ന ശല്യങ്ങൾ നിങ്ങൾക്ക് ഈ മാസം കുറയുന്നതാണ്. ചില ഗ്രഹങ്ങളുടെ മോശ അവസ്ഥ, അതായത് മോശം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മോശപ്പെട്ട അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് കണ്ടകശനി കാലമായിരുന്നാൽ ഉത്രാടം നക്ഷത്രക്കാർക്ക്, ധനിക്കൂർക്കാർക്ക് ദോഷങ്ങൾ വരാനുള്ള ചില സാധ്യതകൾ കാണുന്നു. അശ്രദ്ധ കാണിച്ചാൽ ധാരാളമായി ധനനാശം വരാം. അതായത് കാശ് മുടക്കി വ്യവസായം, വീട് പണി ഇതെല്ലാം നടത്തുന്നവർ നടത്താം, പക്ഷെ അതെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ധാരാളം നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലും അത് നിസ്സാരമായി കണക്കാക്കരുത്. അത് വൈദ്യപരിശോധനയ്ക്ക് നിങ്ങൾ വിധേയമാവുകയും അതിനൊക്കെ ആവശ്യമുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചെയ്യുകയും ചെയ്യണം. കാരണം ആ രോഗങ്ങളെല്ലാം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പുണ്ണ് മുതലായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കുടലിനകത്തും വരാം, ശരീരത്തിലും വരാം. അത് ശ്രദ്ധിക്കുക. അതായത് രക്തസംബന്ധമായ ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മാനഹാനി വരാനുള്ള സാധ്യത പല രീതിയിലും കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ഇനി ഉത്രാട നക്ഷത്രത്തിൽ മകരക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ കാര്യങ്ങളാണ്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നും വരികയില്ല. നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ധനലാഭം ഏറെക്കുറെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വാതരോഗത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് തീർച്ചയായിട്ടും മോചനം ലഭിക്കും. അതുപോലെ കൈകാലൊക്കെ ഒടിഞ്ഞ് ഇരുമ്പും സ്റ്റീലും ഒക്കെ വച്ചിട്ട് നട്ടും ബോൾട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം അത് ഈ മാസം മുതൽ അതെല്ലാം മാറ്റി അവർക്ക് പൂർണ്ണ സുഖം ലഭിക്കുകയും നടക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഗ്രഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾക്ക് വാങ്ങുന്നതിനും സാധിക്കുന്നു. അതുപോലെ നാൽക്കാലികളുടെ വ്യാപാരം നടത്തി ഉപജീവനം കഴിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒരുപാട് മെച്ചങ്ങൾ കിട്ടുന്നു. അതുപോലെ തന്നെ സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായോ അല്ലെങ്കിൽ വാങ്ങുവാനോ സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. മാനഹാനി വരാതെ ശ്രദ്ധിക്കണം. പല രീതിയിലും ആപത്തുകൾ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഐശ്വര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ ഐശ്വര്യം ഉണ്ടെങ്കിലും, പക്ഷേ അത് ചില സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ഭയങ്കര വലിയ രീതിയിലുള്ള ധനനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അത് കണക്ക് കൂട്ടി ഇറങ്ങിത്തിരിക്കുക. ധനനഷ്ടം ഒഴിവാക്കാൻ വേണ്ടി വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിന് ശക്തിക്കുറവ്, അതായത് ബലക്കുറവ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പരിശോധിക്കുക. കാരണം നിങ്ങളുടെ ഈ മാസത്തെ ഈ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് ശരീരത്തിൽ നിങ്ങൾക്ക് പോഷക വസ്തുക്കളുടെയും ധാതുക്കളുടെയും കുറവ് നിങ്ങളുടെ ശരീരത്തിൽ വരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ കുറവ് തോന്നുകയാണെങ്കിൽ വൈദ്യസഹായം തേടുക. മനസ്സിന് ദുഃഖം വരുന്ന പലതും നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരാം. ദുഃഖമുള്ള വാർത്തകളായിരിക്കും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരിക. ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കണമെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭ്യമാകാം. അതുപോലെ മോശ ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിലോ ഗ്രഹപേർച്ചയാണോ നടക്കുന്നതെങ്കിലോ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം പൂജകൾ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പൂജകളൊക്കെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നതും ഈ ജാതകദോഷങ്ങളും കഷ്ടകാലങ്ങളൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് വാസ്തുപരമായോ ജ്യോതിഷപരമായോ പൂജപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക.
നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.